നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ നക്ഷത്ര വാരഫലം, അതായത് മാർച്ച് 10 മുതൽ 16 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രം എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. മേടം രാശി. ഈ ആഴ്ച പൊതുവെ ദോഷകരമായിരിക്കും. പല കാര്യങ്ങളിലും അസ്വസ്ഥത അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ധനനഷ്ടങ്ങൾ, മനോമാന്യം, ഇച്ഛാഭംഗം ഇവയ്ക്ക് സാധ്യതയുണ്ട്. ഏതു കാര്യത്തിലും ജാഗ്രത പാലിക്കുക. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. IT രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധാപൂർവം നീങ്ങുകയാണ് വേണ്ടത്. ഇടവം രാശി. ഈ രാശിക്കാർക്ക് പൊതുവെ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ്. തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാൻ തയ്യാറാകും. നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്ടമ ശനി ആകയാൽ രോഗങ്ങൾക്ക് ചികിത്സ നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. ശരിയായ രാശി ചിന്തിച്ച് ഉചിതമായ പ്രതിവിധികൾ സ്വീകരിച്ചാൽ നല്ലത്. മിഥുനം രാശി. ചില കാര്യങ്ങളിൽ അനുകൂല മാറ്റങ്ങൾ വന്നുചേരും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരു വഴി തെളിയും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഉല്ലാസയാത്ര പോകും. പുതിയ വസ്ത്രാഭരണങ്ങൾ, സമ്മാനങ്ങൾ എന്നിവ ലഭിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിന് വഴി തെളിയും. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാനും സാധിക്കും. കർക്കിടകം രാശി. അവിചാരിതമായ നേട്ടങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. ദീർഘനാളായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില പുതിയ കാര്യങ്ങൾ ആലോചിച്ച് നടപ്പാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ചില സംഭവ വികാസങ്ങൾക്ക് സാധ്യത കാണുന്നു. ശരിയായ രാശി ചിന്തിച്ച് നടത്തി വരേണ്ട പ്രതിവിധികൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി. പൊതുവെ പലവിധ തടസ്സങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനിടയുണ്ട്. ധനനഷ്ടങ്ങളും പാഴ്ചെലവുകളും ഉണ്ടാകും. യാത്രാക്ലേശം, അലച്ചിൽ ഇവ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിൽ തടസ്സങ്ങൾ വരാം. നിങ്ങളുടെ കുടുംബത്തിലും ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട്. സംഭാഷണത്തിലും പെരുമാറ്റത്തിലും വളരെ ആത്മനിയന്ത്രണം ശീലിക്കുന്നതാണ് പൊതുവെ നല്ലതെന്നു കാണുന്നു. കന്നി രാശി. നിങ്ങളുടെ രാശിയിൽ ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധ്യമാകുവാൻ ഇടയുണ്ട്. കലാരംഗത്തും സിനിമ, സീരിയൽ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ വഴിത്തിരിവിനും സാധ്യത കാണുന്നു. സമ്പൂർണ്ണ രാശിചിന്തനം നടത്തി ഉചിതമായത് ചെയ്യുക. തുലാം രാശി. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. പുതിയ മേഖലയിൽ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാക്കുന്നതാണ്. കൂടുതൽ വരുമാനമുണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിലും അനുകൂലമായിരിക്കുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാകും. നവീനമായ ആശയങ്ങൾ നടപ്പിലാകും. പുതിയ വസ്തു വാഹനാദികൾ വാങ്ങുന്നതിനും കഴിയും. ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള തുടക്കം കുറിക്കും. വൃശ്ചിക രാശി. അവിചാരിത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് നൂതനമായ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനോട് പൊരുത്തപ്പെടുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഭക്ഷണ സംബന്ധമായ അശ്രദ്ധ രോഗങ്ങൾക്കു കാരണമായി തീർന്നേക്കാം. പൊതുവെ രാശിചിന്ത നടത്തി ഉചിത പരിഹാരം കാണുന്നത് നന്നായിരിക്കും. ധനുരാശി. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും. പുതിയ മേഖലയിൽ തൊഴിൽ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പുതിയ വീടുപണി ആരംഭിക്കുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങും. ദീർഘനാളായി ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കും. നിങ്ങളുടെ രാശിയിൽ അപൂർവ യോഗങ്ങൾ കാണുന്നു. മകരരാശി.
പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, മനോമാന്യം ഇവ വന്നുചേരും. യാത്രാക്ലേശവും അലച്ചിലും അനുഭവപ്പെടും. ദാമ്പത്യ കലഹങ്ങൾക്കുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ രാശിക്ക് ദോഷാത്മകമായ ഒരു താരകയോഗം കാണുന്നു. ഇത് കൂടുതൽ പ്രയാസങ്ങൾക്ക് കാരണമായേക്കാം. വളരെ ശ്രദ്ധാപൂർവം എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. സമഗ്രമായ രാശിചിന്ത നടത്തുക. കുംഭം രാശി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ആഴ്ചയിൽ സാധിക്കും. തൊഴിൽ രംഗത്ത് അപൂർവ നേട്ടങ്ങൾ ഉണ്ടാകും. ദീർഘകാലത്തെ ആഗ്രഹം സാധിക്കും. പുതിയ സംരംഭം തുടങ്ങും. വിദേശ തൊഴിൽ എന്ന ലക്ഷ്യം സാധിക്കും. കച്ചവടക്കാർക്ക് അസുലഭ നേട്ടങ്ങൾ വന്നുചേരും. വിവാഹ ആലോചനകൾ തീരുമാനമാകും. രാശിമണ്ഡലത്തിൽ വളരെ അപൂർവമായ രാജയോഗം കാണുന്നു. മീനരാശി. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിൻ്റെ കാര്യത്തിൽ പലവിധ അസ്വസ്ഥതകൾ വന്നുചേരും. ആരോഗ്യപരമായ വിഷമങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യത. ഏതു കാര്യത്തിലും ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. രാശിയിൽ കാണുന്നത് വളരെ ദോഷാത്മകമായ ഗ്രഹയോഗാവസ്ഥയാണ്. രാശിചിന്ത നടത്തി ഉചിത പരിഹാരം കാണുന്നതാണ് ഉത്തമം. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.